വർക്കലയിൽ കേരള ജല അതോറിറ്റിയുടെ ഭീമൻ ജലസംഭരണി നാട്ടുകാർക്ക് ഭീഷണിയാവുകയാണ്. ജലസംഭരണിയുടെ ടാങ്ക് പൊട്ടി വെള്ളം പുറത്തേക്കൊഴുകുന്നതിനാൽ വഴി നടക്കാൻ പോലും സാധിക്കുന്നില്ലെന്നാണ് പരാതി. പരിഹാരം ആവശ്യപ്പെട്ടിട്ടും അധികൃതർ മുഖം തിരിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. വർക്കല വെട്ടൂർ പഞ്ചായത്തിലെ 6ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ജലസംഭരണിയാണ് പൊട്ടിച്ചോർന്നൊലിക്കുന്നത്. SN ലക്ഷം വീട് കോളനി ശുദ്ധജല വിതരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2001-ൽ TM ജേക്കബ് ഉദ്ഘാടനം ചെയ്ത 58,000 ലിറ്റർ സംഭരണശേഷിയുള്ള ജലസംഭരണിയാണ് ഇത്. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് വാട്ടർ അതോറിറ്റി ഈ ജലസംഭരണിയിൽ നിന്നും പൈപ്പ് കണക്ഷനിലൂടെ വെള്ളമെത്തിക്കുന്നത്. എന്നാൽ അപകടകരമായ രീതിയിൽ സംഭരണിയുടെ വശങ്ങൾ പൊട്ടി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് നാട്ടുകാരിൽ ഭീതി പരത്തുന്നു. അതുകൊണ്ട് ഇതിങ്ങനെ പൊട്ടി വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതിലെ വഴി നടക്കുമ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്നുള്ളത്. ഞങ്ങൾക്ക് ഇതുവഴി നടക്കാനും പാടാണ്. എപ്പോഴാണ് ഇടിഞ്ഞ് വീഴുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. എത്ര ആൾക്കാരെ വീടുകളാണ് നശിച്ചു പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല. ജലസംഭരണിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് പ്രദേശവാസികൾ പഞ്ചായത്തിലും ജല അതോറിറ്റിയിലും നിരന്തരം ആവശ്യമുന്നയിച്ചു. എന്നാൽ അധികൃതർ നിഷ്ക്രിയമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ആക്ഷേപം. നമ്മൾ പറയാൻ വാട്ടർ അതോറിറ്റിയെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്, എല്ലാ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവർ അത് ഇതുവരെ വകവയ്ക്കുന്നില്ല. അവർ പിന്നെ നോക്കാം എന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇത് 2 വർഷത്തിൽ കൂടുതലായി ഈ ടാങ്ക് ഈ സിറ്റുവേഷനാണ്. പിന്നെ അതാണെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരെ അറിയിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ച് എല്ലാവരെയും അറിയിച്ചു, സെക്രട്ടറി കാര്യം എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും ഇതിനെപ്പറ്റി ഒരു താല്പര്യം കാണിച്ചിട്ടില്ല. ഏത് നിമിഷവും തകർന്ന് നിലംപൊത്താവുന്ന അവസ്ഥയിലുള്ള ഈ ജലസംഭരണി റോഡരികിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കാൽനട യാത്രക്കാർക്കും ഭീഷണിയാണ്. അധികൃതർ വിഷയത്തിൽ ഇടപെട്ട് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.